ശബരിമല നെയ്യിടപാടിൽ മിൽമയിൽ നടന്നത് അസാധാരണ നീക്കങ്ങളെന്ന് കണ്ടെത്തൽ. സ്വയം വില നിശ്ചയിച്ച് തിരുവനന്തപുരം മിൽമ യൂണിയൻ ദേവസ്വം ബോർഡിന് കത്ത് കൈമാറുകയായിരുന്നു. ദേവസ്വം ബോർഡിന് നൽകിയ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ ഇടപാടിൽ അസാധാരണമായ ഇടപെടലുകളാണ് നടന്നത്, നീക്കങ്ങളാണ് നടന്നത്. ഈ ക്രമക്കേടിന് ആരൊക്കെ ഏത് രീതിയിൽ ഒത്താശ ചെയ്തു എന്ന രീതിയിലുള്ള എന്തൊക്കെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്? KP, ഈ ശബരിമലയിലേക്ക് മിൽമ നൽകിയ നെയ്യിൽ വലിയ തരത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ക്ഷീരവകുപ്പ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടത്. ഇതിനുശേഷം ദേവസ്വം വിജിലൻസും അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പ്രത്യേക SIT സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം വേണമെന്നുള്ള ഇത്തരത്തിൽ 3 അന്വേഷണം ഒരു സംഭവമായി നടക്കുമ്പോൾ ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ കൂടുതൽ തെളിവുകൾ കൂടിയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കാരണം മിൽമയ്ക്ക് ഇത്തരത്തിലൊരു നെയ് വിൽപ്പന നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ബോർഡ് യോഗം ചേരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തേണ്ടതുണ്ട്. ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ വഴിവിട്ടുള്ള നീക്കങ്ങൾ, ഗൂഢാലോചനകൾ നടന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മിൽമയുടെ തിരുവനന്തപുരം യൂണിറ്റ് ബോർഡിന് ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നതെങ്കിൽ പോലും മിൽമയുടെ പല യൂണിറ്റുകളും, അതായത് മിൽമ ബോർഡിലെ പ്രധാനപ്പെട്ട ചുമതലയുള്ളവർക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടിൽ പങ്കുണ്ട് എന്ന് സംശയം ബലപ്പെടുത്തുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. കാരണം ഈ തിരുവനന്തപുരം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം ചേരാതെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കത്ത് നൽകുന്നത്. ആ കത്ത് നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന 2025 ജൂണിലാണ് PS പ്രശാന്തിന് ലിറ്ററിന് 500 രൂപയിലധികം, അതായത് 510 രൂപയ്ക്ക് നെയ്യ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകുന്നത്. ആ കത്ത് പിന്നീട് അംഗീകരിച്ചു. അതിനുശേഷം 53 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മിൽമ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ആ കരാറ് നടപ്പാക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിറ്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു വീഴ്ചയുണ്ടായെങ്കിൽ MD അടക്കമുള്ളവർ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? അത്തരത്തിലുള്ളൊരു അസാധാരണ നീക്കത്തിന് എന്തുകൊണ്ട് അവർ അംഗീകാരം നൽകിയെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടതെന്നുള്ളതാണ്. അതിനുശേഷം 53 ദിവസങ്ങൾക്ക് ശേഷം ഇത് അംഗീകരിക്കുന്നു. തിരിച്ച് അത് വാങ്ങിക്കാൻ, അതായത് ലിറ്ററിന് 510 രൂപയ്ക്ക് മിൽമ തരുന്ന നെയ്യ് വാങ്ങിക്കാൻ തയ്യാറാണെന്നുള്ള ആ ഒരു മിൽമയുടെ കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യ് നൽകുന്നത് എന്നുള്ളതാണ്. ആ നെയ്യുടെ വലിയ തരത്തിലുള്ള ക്രമക്കേടാണ് കണ്ടത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന നെയ്യ് പത്തനംതിട്ടയിൽ എത്തുമ്പോൾ വഴിമധ്യേ വെച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ നെയ്യ്, ഗുണനിലവാരം കുറഞ്ഞ നെയ്യാണ് അവിടേക്ക് എത്തിക്കുന്നതെന്ന് തെളിഞ്ഞിരുന്നു. ക്ഷീരവകുപ്പിന്റെ കണ്ടെത്തലിലാണ് നടന്നത്. ആ നെയ്യ് കൊണ്ടുപോകുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ല, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടത്തിയെന്ന് തെളിഞ്ഞ സാഹചര്യമുണ്ട്. മിൽമയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ചുമതല വഹിക്കുന്നവർക്കും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്ന് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണങ്ങളിലൂടെ ഉന്നതർക്കും പിടിവീഴുമെന്ന് ഉറപ്പാണ്. ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, മിൽമയിലെ ഉദ്യോഗസ്ഥർക്കും ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടി വരും. KP.